ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റു. നമ്മുടെ കിളികളും ഗ്ലോറിയും ഒക്കെ ഇറങ്ങുന്ന അസുന്ദരമായ പ്രഭാതം. വീടിവിടെ എവിടെയോ അടിച്ചു വാരിക്കൊണ്ട് നടക്കണ്ട. ചൂല് മുന്നിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗ്രേസും സ്റ്റീവൊന്നും എന്റിട്ടില്ല കേട്ടോ. ആക്ച്വലി ഈ ഇടയ്ക്ക് വൈകുന്നേരം കുർബാനപ്പോക്ക് തുടങ്ങിയതിന് ശേഷം രാവിലെ എനിക്ക് പലപ്പോഴുമായിട്ട് ഇങ്ങനെ ഇതാണ്. വൈകുന്നേരം കുർബാന വന്നതിന് ശേഷമാണ് 2 ദിവസം എന്തോ ഒരു കാര്യം ഒരു അറേഞ്ച് ചെയ്യാൻ വേണ്ടി വൈകുന്നേരം കുർബാനയ്ക്ക് വരും. അതിന് ശേഷം ഇപ്പൊ മിക്ക ദിവസം രാവിലെ ഇരിക്കാൻ മടി വരും, പറയും വൈകുന്നേരം പോവാം. അതിനാണ് മടി എന്ന് പറയണേ. അപ്പൊ എന്തായാലും നാളെ മുതൽ ഞങ്ങളത് ക്ലിയർ ചെയ്യും. ഇല്ല, നാളെ മുതൽ ഞങ്ങളത് ക്ലിയർ ചെയ്ത് രാവിലെ തന്നെയായിരിക്കും കുർബാന. അപ്പൊ എന്തൊക്കെയായാലും നാളെ മുതൽ രാവിലെ തുടങ്ങി കുർബാനയ്ക്ക് പോകുന്ന തീരുമാനം ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനും അവരെ കൊണ്ടുകൊണ്ട് ഇരിപ്പിക്കണം. നമ്മുടെ തീരുമാനം പോലെയാണ് പിള്ളേര്. Oh my God. No problem. നീ ഉണ്ടാക്കി തന്നതിന് കടുപ്പില്ലെങ്കിൽ എന്താ ഇങ്ങനെ തന്ന എവിടെ പിടിക്കും? ഇത് നമ്മുടെ പാലും കുപ്പി നമ്മള് കഴിഞ്ഞ മാസം മേടിച്ചാണ്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാ. രണ്ട് കുപ്പി അല്ലായിരുന്നല്ലോ, 4 കുപ്പി ഉണ്ടായിരുന്നു. 4 കുപ്പിക്ക് 650 രൂപ. മിസ്റ്റർ ബട്ട്ലറിന്റെ കുപ്പിയാണ്, ചില്ലുകുപ്പി. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴേ ഈ പാല് വരുന്നത് ഈ നമ്മുടെ വെള്ളത്തിന്റെ ബോട്ടിലുണ്ടല്ലോ, ഈ മിനറൽ വാട്ടറിന്റെ അങ്ങനത്തെ ബോട്ടിലൊക്കെ വരാം. നമ്മൾ എടുക്കാൻ ഒരു ഇച്ചിരി നേരം പള്ളിയിലൊക്കെ പോയിട്ട് വരാൻ ഇത്തിരി ലേറ്റ് ആയിട്ട് കുറച്ച് മുതലുമോടെ വെയിൽ വരും. അപ്പൊ ഇത് വെയിലെത്താ പ്ലാസ്റ്റിക് കുപ്പിയിലെ പാലോടെ ഇരുന്നു. അതൊക്കെ ബെറ്റർ എനിക്ക് തോന്നി ചില്ലുകുപ്പിനെ ആയിരിക്കും. അങ്ങനെയാണ് ചില്ലുകുപ്പിയിലേക്ക് മാറുന്നത്. കഴുകാനും നല്ല ഈസിയാണ്. മറ്റേ ഇടയിലൊക്കെ ഇങ്ങനെ നെയ്യൊക്കെ കയറിയിരിക്കും ഈ പ്ലാസ്റ്റിക്കിന്റെ. ഏത്? ജില്ലൂപ്പി. അവിടെ കറിയുടെ ഒരു സാധനം ഇല്ല. ഇന്നാണ് നീ നോക്കിക്കോ, നിന്നോട് ഹെൽപ്പ് ചെയ്തിട്ട് കൊയ്യാൻ നീ നോക്കിക്കോ. എന്റെ ഉള്ളിലത്തെ ഹെൽപ്പിനെ ഉണർന്നിട്ടുണ്ട്. ഞാൻ ഇതങ്ങോട്ട് ഉണർന്നിട്ടില്ല. പിന്നെ ഞാനോട് ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ട് ഇന്നോടെയും മിടുവിനെ ഭയങ്കര ഹെൽപ്പ്. ഇന്ന് മിടുവിനെ ഹെൽപ്പ് ചെയ്യാൻ നേരം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇന്നെനിക്ക് കുറച്ച് പണിയാണ്. ഇന്ന് എനിക്ക് ഈ പുറത്തെ ചെടികളുണ്ടല്ലോ, ഫസ്റ്റ് പരിപാടി അതാണ്. ചെടികള് മുകളിലേക്ക് പോയതൊക്കെ വെട്ടണം. നനയ്ക്ക് ആര് പോകാൻ നനയ്ക്കാൻ? അവിടെ ഫ്രണ്ടില് റോഡിന്റെ സൈഡിൽ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മുമ്പ് ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോഡിൽ അങ്ങനെ ചെടി നടാൻ പാടുണ്ടോ. ആക്ച്വലി റോഡല്ല, നമ്മുടെ മതിലവിടെ ഇറക്കിയിട്ടിട്ടാണ് കെട്ടിയേക്കുന്നത്. നമ്മുടെ പറമ്പ് തന്നെയാണത്. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ഇറക്കിയിട്ട് കെട്ടിയിട്ടുണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തിട്ടായാലും ഞാനപ്പോ ആ ഗ്യാപ്പിലാണ് ഞാൻ വെച്ചു കൊടുക്കണം. അപ്പൊ അവിടെ കുറച്ച് ഞാൻ മുമ്പ് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറേണൊക്കെ കരിഞ്ഞു പോയി, നനവിന്റെ കുറവുകൊണ്ടൊക്കെ, നനയ്ക്കലിന്റെ കുറവുകൊണ്ടൊക്കെ. അപ്പൊ ഇന്ന് അത് പോയി അവിടെ ഇടയിലൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കണം. ഇവിടെ വെട്ടി ക്ലിയർ ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ബൊഗൈൻവില്ലൊക്കെ മണ്ണിലേക്ക് നടണം. പരിപാടിയുണ്ട്. മധുരം ഇടന്നാ? സ്റ്റീവിന്റെ ബിസ്ക്കറ്റൊക്കെ തരുന്നോളാം. ഇപ്പനെ മേടിക്കാൻ വിടരുത്, ഇപ്പം സമയമില്ല. ഇങ്ങനെ എടുക്കുക. പക്ഷെ ഈ ചൂട് ചായയിൽ പറ്റില്ല. അപ്പൊ തന്നെ പോണം, അല്ലെങ്കിൽ പുല്ല് വരും. മൂന്നെണ്ണക്ക് ഒരുമിച്ചാണ് എടുക്കണം. 3 ഒരുമിച്ചെടുത്ത് ഇതിങ്ങോട്ട് മുക്കണം. എന്നിട്ട് ആരൊക്കെയാണ് ചെടി വെട്ടുന്നത് കാണാൻ വരുന്നത് അപ്പയുടെ കൂടെ? ഗ്രേസ് തന്നെയുണ്ടാ? സ്റ്റീവ് തന്നെയുണ്ടാ? ആണോ? വന്നിട്ട നീ അന്ന പോരെ. ചെടി വെട്ടാൻ പോണത് കാണാൻ പറ്റുന്നുണ്ട് ഗ്രേസ്? വേഗം ബാ, എനിക്ക് ബ്രഷ് ചെയ്യൂ ഫാസ്റ്റ്. മൂർച്ചയൊന്നും ഇല്ല. മൂർച്ച വെപ്പിക്കണ സാധനം ഉണ്ടാ? മൂർച്ച വെപ്പിക്കണ സാധനം
വേറെ ഇല്ല. വേറെ ഇവിടെ ഉണ്ടായിരുന്നത് എവിടെയാന്ന് ഒരു പിടുത്തല്ല. നേരെ പിടിക്കിങ്ങനെ ഈ കാണിക്കും, ഈ കാണിക്കും, ഇങ്ങനെ വായ തുറക്കരുത്, ഇങ്ങനെ ഇങ്ങനെ പിടിക്കാവട്ടാ. വായ തുറക്കാൻ പാടില്ല. വായ തുറന്നിട്ടുണ്ടെങ്കിൽ പല്ലിമത്തെ അഴുക്കൊക്കെ വായ പോകും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്രോക്കഡൈലില്ല. ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ചെടികൾ കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് പൊന്തി. അപ്പം എന്തിയടാ അത് പൊട്ടിയതാണ്, അത് പൊട്ടിപ്പോയതല്ലേ ഉണ്ടോ? എൻ്റെ അടിയിൽ പൊട്ടിയിട്ടുണ്ട്, ഓട്ട വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. നമുക്ക് ഊതി നോക്കാം കേട്ടാ, പിന്നെ ഊതി നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പം അത് വീർക്കില്ല എന്ന് നമുക്ക് ശരിയാക്കാടാ. നമുക്കിപ്പോൾ ചെടി വെട്ടാൻ പറ്റുന്നുണ്ട് ആ പേരൂടെ. വാ. അപ്പോൾ ഇത് വെട്ടണം. അതുപോലെ തന്നെ ഈ മരം കണ്ടോ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മഞ്ഞ കളറിലുള്ള ഇലയുള്ള ചെടി ഇത് ഇവിടെ കൊണ്ട് ഞാൻ വെച്ചിട്ട് ആ ഗ്രോ ബാഗിൽ തന്നെ ഇടുന്ന് അത് അടിയിലേക്ക് വേര് പിടിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഇളക്കി പറിച്ചെടുത്ത് അവിടെ മുമ്പിൽ നടണം. അറിയില്ല ഉണങ്ങി പോകുമെന്ന് ഇളക്കി പറിച്ചെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതാണ് ഇന്നത്തെ മീൻ. പിന്നെ നമ്മുടെ ഈ മതിലുമിരിക്കണ ഈ ഇതുണ്ടല്ലോ ബൊഗൈൻവില്ല, അതിനൊക്കെ ഇവിടെ നടണം. അതൊക്കെ ഉണങ്ങി പോവാണ്, വെള്ളം കിട്ടണല്ലോ അതിന് ശരിക്കും. ഗ്രേസേ ബ്രഷ് വേഗം, ബ്രഷ് ചെയ്ത് കഴിഞ്ഞാ സൂപ്പർ. ഞാൻ ചെക്ക് ചെയ്യുന്നു. കുട്ടി എന്താ എവിടെ പോയടാ? കുട്ടിനെ കാണാറില്ലല്ലോ. നടക്ക്, ഇതൊന്നും എടുക്കരുതിട്ടാ. അപ്പൊ വെട്ടണേന്റെ ഇടയിലേ ഇന്നൊന്ന് പിടിക്കാൻ വരരുതെന്ന്. മുറിയോ അറിയില്ല. ചേച്ചി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യണ ആ കണ്ടാ മരപ്പെട്ടി പനങ്കുരു തിന്നിട്ട് അപ്പിട്ട് വെച്ചേക്കണേ. സ്റ്റീവിന്റെ മുമ്പത്തെ പരിപാടിയായിരുന്നു പറക്കല്, ഓർമ്മയുണ്ടാ? അപ്പനെ ഹെൽപ്പ് ചെയ്യോ? അപ്പൊ വെട്ടിയിടുന്നൊക്കെ ഒരു സൈഡിൽ കൊണ്ട് കൂട്ടി വെക്കണം. ചെയ്യില്ലേ? കണ്ടാ പണിയെടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് തുടങ്ങാം. നമ്മുടെ ഫ്രണ്ടിലേക്ക് കയറി തന്നെ ഈ സൈഡിലുള്ളത് കട്ടിങ് കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ആ അത് കട്ടിയില്ല, ഇത്രയും കിട്ടി ഇവിടെ കട്ടിങ് പീസ്. ഇവിടേക്ക് ചെറുതായിട്ട് ഹൈറ്റ് കൂടിയെങ്കിലും ഞാൻ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് വെട്ടി കളയാണ്ട് ഇട്ടതാണ്. കാരണം വെറുതെ അസ്ഥികൂടം പോലെ നിൽക്കണം. പിന്നെ അത് വെട്ടാനുള്ളതല്ല. ഇവിടെ ഞാൻ അധികം അങ്ങോട്ട് വെട്ടിയിട്ടില്ല. ഒരു ഭംഗിക്ക് ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഇവിടെ അത്യാവശ്യമാണ്. നിക്ക് അപ്പൊ കട്ട് ചെയ്തിട്ട് എന്നിട്ട് വരാം. നമ്മുടെ ഈ ചെടി കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഈ സൈഡും ഫുള്ള് തീർന്നു. അത് ഹൈറ്റ് ഇച്ചിരി അങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് ഹൈറ്റ് കുറഞ്ഞു പോയി, ഇവിടെ ഹൈറ്റ് കൂടിപ്പോയി. ഇത്രയും കിട്ടി കട്ട് ചെയ്ത്. ഏത് ഇതല്ലേ? ഒരിടത്ത് മാത്രം മുള്ളുണ്ട്, അതാണ് ഞാൻ ഈ മാറ്റിയിട്ടാണ്. ഇതുമ്പോൾ മാത്രം മുള്ളുണ്ട് ചെറുതായിട്ട്, കൊള്ളില്ല. ബാക്കിയെല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ് അപ്പുറത്തേക്കും ഇതൊക്കെ. ഇനി നമുക്ക് കിണറിൻ്റെ ഉള്ളിലൊരു ചെടിയുണ്ട്, അതിനെ പറിക്കാം. ബാ സ്റ്റീവാടാ. ഇവൻ കുറച്ച് നാളായി ഇവിടെ നിൽക്കണം. ഇവനെ കട്ട് ചെയ്യും, വീണ്ടും വീണ്ടും മുളച്ച്. ഇത് അടിയിൽ നിന്ന് വന്നേക്കാണ്. ഇതിനെ വലിച്ചെടുക്കണം. ട്രൈ ചെയ്യാം. ഇതെങ്ങനെ വെട്ടാ? ഇത് വെട്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ മുകളിൽ നിന്ന് ഒടിച്ചെടുക്കാം ഫസ്റ്റ്.
മോളിന്ന് പിടിച്ചെടുക്കും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ടയറിന്റെ മുകളിലൊക്കെ മറ്റേ നീളം തോട്ടിക്ക് നമ്മുടെ വീട്ടിലാണല്ലേ. ഇവിടുന്ന് പൊടിക്കാടി എന്നിട്ട് നോക്കാം എന്ത് സംഭവം. അടിയിലേക്ക് വേര് ഇങ്ങനെ പോയേക്കാ വേര്. വണ്ടിയുടെ പിന്നിലിരിക്കണ്. വണ്ടി എവിടെ ഗ്രേസ്? കാറ് മോളില് ടയറിന്റെ മോളില്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കട്ട് കൈയൊന്നും വെക്കണ്ട കേട്ടോ, നല്ല മൂർച്ചയുണ്ട്. ഇതൊക്കെയാണ് ഗ്രേസിന്റെ സ്കൂൾ വെക്കേഷൻ ആക്ടിവിറ്റീസ്. ഇത് നമുക്ക് പുറത്തു പോയി ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇപ്പോഴേ പറ്റുള്ളൂ. അയ്യോ അത് ഇങ്ങോട്ട് നീങ്ങി പിടിച്ചോട്ടെ, സൂക്ഷിച്ചിട്ടാ. അത് പറിച്ചെടുക്കാൻ പറ്റുന്നെങ്കി നല്ല പവർഫുൾ അല്ലല്ലേ. സിമ്പിളായിട്ട് പോകുന്നു. എന്ത് നീളാ ഇവനല്ല, ഇവന്റെ വേര് പോയി നോക്കി. ബിഗ് മോൺസ്റ്റർന്ന് നോക്കിയ നീളം. അതാ വെയില് തേടി വന്നായിരിക്കും അല്ലേ. കഴിഞ്ഞു ഇത്രയുള്ളൂ വേര്. സൈഡില് നശിപ്പിക്കാനട്ടാ അല്ലെ വീണ്ടും മുളയ്ക്കും. ഓടിക്കോ. ക്ലീനായല്ലേ. അത് നമുക്കിപ്പൊന്നും ചെയ്യാനില്ലല്ലോ. പോട്ടെ, അങ്ങനെ അത്ര വൃത്തിയേടൊന്നുമില്ല. ക്ലീൻ ആക്കണം. ഇപ്പൊ നിൽക്കട്ടെ, ഞാൻ ബക്കറ്റ് കൊണ്ട് പിന്നെ കോരി കളയാം. ഇതിനിടയ്ക്ക് പൊന്തിക്ക് നടന്നു പോയി ആണിയുണ്ട്. കഴിഞ്ഞു. ഇങ്ങനെ അതെ അത് സ്പ്രിങ്. ആ അത് തുറക്കാം, ഓട്ടോമാറ്റിക് തുറന്നു വരാൻ വേണ്ടിയാ സ്പ്രിങ് വെച്ചേക്കണേ. അയ്യടി നമ്മൾ ഇവിടുത്തെ ഒരെണ്ണം കട്ട് ചെയ്തില്ല. ചെയ്തു, എല്ലാം കട്ട് ചെയ്ത് തീർന്നു പറഞ്ഞിരിക്കണം. ഇതോടുകൂടി നമ്മുടെ കട്ടിങ് തീരാ. അടിയിന്ന് കട്ട് ചെയ്യണ അത്തിരി പൊങ്ങിന്നോട്ടെ. ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്താ മതിയായിരുന്നു. അല്ല അത് വളരും. എന്നാലും അതവിടെ കൊണ്ടിട്ട് എന്തോ പൊടിയോ ആനങ്ങാണ്ട് തന്നെ പൊക്കം എന്തോ പുഴു എന്താണ്. ആ ഇതും വെള്ളയിച്ചു. ഇതൊക്കെ നടിക്കണം. പക്ഷെ അവിടെ തുമ്പത്ത് ചേട്ടനൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരെണ്ണം കട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ലെവലായിട്ടില്ല ഈ കട്ടിങ് ഒന്നും. ആ കൊഴപ്പില്ല, വെട്ടുമ്പോ മൊത്തം ലെവലാക്കി വിട്ട്. അതല്ല എന്റെ ഭംഗി. നല്ല മുളച്ചു വരുമ്പോ വൃത്തിയാവുള്ളൂ. ഭംഗി എന്തായാലും പോയി. മഴ പെയ്യുമ്പോ ആ ഭംഗിയൊക്കെ തിരിച്ചു വരും. ആ ചെറുതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളാ. എന്തായാലും കട്ട് ചെയ്തു. അപ്പൊ മൊത്തത്തിൽ ലെവലാക്കി നിർത്ത്. മുട്ട നമുക്ക് നട്ട് തൈകളാക്കി സെയിൽ ചെയ്താലോ. അടിപൊളിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളട്ടാ. തൈകൾ നമ്മൾ ഡെലിവറി ചെയ്യും. എന്തായാലും നല്ല സാധനം ഉണ്ടാ അല്ലേ. പണ്ട് കോമൺ ആയിരുന്നു, ഇപ്പൊ കോമൺ ആണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നല്ലതാണ്. നല്ല ഒരു പച്ചപ്പിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നട്ടോ. സെയില് നമ്മുടെ ആരെങ്കിലൊക്കെ ഉണ്ടാവൂടി. എന്തുറ്റാ അതൊക്കെ അവിടുന്ന് മാറ്റണം കേട്ടോ. ഈ ഇടയെന്നൊക്കെ മാറ്റണം. വൃത്തിയേടാ. ഇവിടെ വേറെ അടിച്ചും കൂടി ഇടാൻ പറ്റുമോ? നല്ല ചൂടാ. വേറെ ബനിയനിടായിരുന്നു, ബ്ലാക്ക് ഇട്ടേക്കണേ.
ഇന്നത്തെ ആശ്വാസത്തിന് വേണ്ടി വീട് ഉള്ളിൽ നല്ല സംഭാരം ഉണ്ടാക്കണ്ടെന്ന് തോന്നുന്നു. നല്ല മണം മഞ്ഞ് ആണോ? സംഭാരം ഉണ്ടാക്കണ്ട എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ മണം വന്നു പുറത്തേക്ക്. ആ അപ്പം മൊന്തയില് വെള്ളം സംഭാരൊക്കെ കൊണ്ടുവന്ന് മിടു മാതൃക സ്പൈസി ആയിക്കോട്ടെ. അപ്പൊക്ക് ഇഷ്ടം വേപ്പില എങ്ങനെ എന്തെങ്കിലും ഇഷ്ടമില്ല. ചതച്ചതായിരുന്നു പക്ഷെ വേപ്പില ചതഞ്ഞിങ്ങനെ പൊടിയാണ്. പക്ഷെ അതായിരിക്കും എന്റെ ടേസ്റ്റ്. ഇച്ചിരി തണുപ്പ് കൂടെ ഉണ്ടെങ്കിൽ പൊരിച്ചാനല്ലേ. വെള്ളം തരാം, തണുത്തളം തരാം. വേർത്ത് വലിക്കാണ്. ബ്ലാക്ക് കലട്ടാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കാലമൊന്നുമില്ല. രണ്ടും ഒരുമിച്ച് പിടിച്ചോ. അത് വലിച്ചു കൊണ്ടുപോയിക്കോ. അവന്റെ തലയിൽ കൂട്ടാനുണ്ടോ? അത് വേറെ കൊച്ചിന് കൊടുക്ക്. ചേച്ചി ആദ്യം പോട്ടെ, സ്റ്റീവ് പിന്നാലെ ചെല്ലും. അങ്ങോട്ട് പോയിക്കോട്ടെ. നേരെ ഇതിനുള്ളിൽ കൂടെ പോയിക്കോ. സ്റ്റീവ് ഇത് കൊണ്ടുപോയിക്കോ. അന്നാ രണ്ടും കൊണ്ടുപോയിക്കോ മോളെ. രണ്ടും ഒരുമിച്ച് പിടിച്ചോ തുമ്പത്ത്. അവിടെ നേരെ ആവും പോണ വഴിക്കാണ്ട് പോയിക്കോ. ആ ചെടി ഇട്ട് വലിക്കില്ലേ? പോയിക്കോ എങ്ങനെയും പോ. നമ്മള് നേരത്തെ അവിടെ വേസ്റ്റ് കൊണ്ടിട്ടില്ലേ അതിന്റെ മുകളിലിട്ടാ. അപ്പൊ അതെ വീട് ചോറില് വെളിച്ചെണ്ണയും മുളകും തൈരും എന്നിട്ട് വെച്ചാണ് മോരുണ്ടാക്കിയില്ലേ അതിന്റെ ഉള്ളി സാധനങ്ങളും ഉപ്പ്. അതിപ്പോ ഉപ്പ് കുറവാണെന്ന് വിചാരിച്ച് വീണ്ടും ഉപ്പിട്ടു. ആക്ച്വലി ഉപ്പിട്ടായിരുന്നു. ഇത് ചോറിട്ടെ അല്ല ഞാൻ ഇച്ചിരി ഉപ്പിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് ഉപ്പിട്ടുണ്ടാവില്ല ഏട്ടാ. എനിക്ക് ഉപ്പ് കുറവായി പോയോ. നേരെ ഞാൻ പോട്ടെ. ഉപ്പ് ചൂടുണ്ടെന്നാലും പക്ഷേ പ്രാവശ്യം വീട്ടിൽ മുളകിന് എരിവില്ല. അവര് പറഞ്ഞു എരിവൊക്കെ ഉണ്ട്, ആവശ്യമുണ്ട്. വീട്ടിൽ പോയിട്ട് കോഴിക്ക് ഇത്തിരി തീറ്റിട്ട് കൊടുക്കണം. അവിടെ നിന്ന് പിക്കാസ് എടുത്തിട്ട് വരാം. ഒരു കോഴി കാഷ്ടം എടുത്തിട്ട് വരാം. ഇവിടെ പുകയും വില്ലനോട് നടാനായിട്ട് അതെടുക്കാനായിട്ട് പോവാണ്. ഉണ്ടോ പേരൂടെ വീട്ടിലേക്ക് കോഴിക്കാട്ട് എടുക്കാനും പിക്കാസ് എടുക്കാനും കളയ്ക്കണ ഒരു സാധനം. ഒന്നുണ്ടോ പേരൂടെ? സ്റ്റീവൻ ഉണ്ടോ പേരൂടെ വീട്ടിലേക്ക്? നീ ഉണ്ടാക്കിയില്ലേ എന്നല്ലേ? സ്റ്റീവൻ ഉണ്ടോ പേരൂടെ? സ്കൂട്ടർമേ വന്നുണ്ടാ പേരൂടെ? നീ അവൻ കിൻഡർ ജോയുടെ ലോകത്താ. രണ്ട് ചെടിയുടെ എല്ലാം അങ്ങോട്ടൊക്കെ പറക്കിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ അവിടെ ടിവിയുടെ മുന്നിലേക്ക് വീണു കേട്ടാ. അവരെങ്ങനെയും അവിടെ നിന്ന് മാറ്റിയെടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അടുത്ത പരിപാടി കണ്ടുപിടിക്കണം വേഗം. നമുക്ക് വീട്ടിൽ പോയിട്ട് പിക്കാസും കോഴിവളം എടുത്തിട്ട് വരാം.